അൻവർ ഷപ്പാലോട് അതാണോ പ്രശ്നം? അൻവർ ഷപ്പാലോട് ഇവിടെ ടി പി കേസ് പ്രതികൾക്ക് ആനുകൂല്യങ്ങളുടെ ഘോഷയാത്ര, പരോളുകളുടെ പരമാവധി, അവർ പുറത്തിറങ്ങി കാണിക്കുന്ന മര്യാദകേടുകൾ, തോന്നിവാസങ്ങളോട് കണ്ണടക്കൽ, അതിനപ്പുറം അങ്ങേയറ്റം, ഇതൊക്കെ കാട്ടിയാലോ ലോക്കപ്പിനകത്തിരുന്നു കൊണ്ട് അവർക്ക് അവരുടെ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾ നിയന്ത്രിക്കാം, അവർക്ക് ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാം, അവർക്ക് അവിടെ ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. ഏറ്റവും ഒടുവിൽ അവരെ പുറത്തിറക്കി വിടാൻ വഴിവട്ട നെറികെട്ട നീക്കങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നാകെ ആവർത്തിക്കുന്നു. സഭയിൽ സ്പീക്കർ പറയുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, പച്ചക്കള്ളം പറയുന്നു. മുഖ്യമന്ത്രി ഒറ്റ വാക്ക് സഭയിൽ പറയാൻ വിസമ്മതിക്കുന്നു കേരളത്തോട്. പ്രതികളെ പേടിയാണോ CPM ന് അൻവർ ഷപ്പാലോട്? ഹാഷ്മി, ഇതില് ആദ്യമേ തന്നെ ഞാൻ വ്യക്തമാക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർട്ടിയെ CPM നെ സംബന്ധിച്ചോ യാതൊരുവിധ ഇൻട്രസ്റ്റും ഈ വിഷയത്തിൽ, ഈ പ്രതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു, സ്പീക്കർ ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. അതെ, കാരണം ഇത് 26 തവണ കേരള നിയമസഭയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും. ഇന്ന് കേരള നിയമസഭാ ചട്ടം 52 പ്രകാരം സ്പീക്കർ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ എന്താണ്, ഇത് പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. കാരണം അതിന് കൃത്യമായിട്ടുള്ള റീസൺ, ഇപ്പൊ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചട്ടം 52-ൽ കൃത്യമായി ഇനി 100 തവണ സഭയിൽ അത് ചർച്ച ചെയ്തതാണെങ്കിലും പോയ 15 വർഷം കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ കിരാതമായ കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇതൊക്കെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു, അവർക്ക് ഇരട്ട ജീവപര്യന്തമാക്കുന്നു. 20 വർഷത്തേക്ക് ഇവർക്ക് ഇളവ് അനുവദിക്കാൻ കഴിഞ്ഞുകൂടാ എന്ന് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഈ മര്യാദഘട്ട നീക്കങ്ങൾ രഹസ്യമായി നടക്കുന്നുണ്ടെങ്കിൽ സഭയിലേക്ക് അത് വരും. സർ, മുഖ്യമന്ത്രി ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇത് ഉദ്യോഗസ്ഥ പിഴവ് മാത്രമാണ്. സർക്കാർ ഇപ്പൊ അൻവർ ഷപ്പാലോട് പറയുന്ന മട്ടിൽ സർക്കാരിന് ഇതിലൊരു ഇൻട്രസ്റ്റും ഇല്ല. ആ ഉദ്യോഗസ്ഥ പിഴവ് അന്വേഷിക്കും, വേണമെങ്കിൽ ഉദ്യോഗസ്ഥരെ പുറത്താക്കും. ഒറ്റ വാക്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തിനാണ് ഒളിച്ചോട്ടം? അല്ല ഹാഷ്മി, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ കേരളത്തിന്റെ നിയമവകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചാലോ അങ്ങനെ ഈസി ആയിട്ടൊരു പ്രതിക്ക് റെമിഷൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന നിയമവ്യവസ്ഥയല്ല നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിയോ ഏതെങ്കിലും ഒരു MLA അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നടന്നിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ ഈ പ്രതികൾക്ക് അവരുടെ കുറ്റകൃത്യം അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ലഭിച്ചിട്ടുള്ള തടവിൽ അവർക്ക് റെമിഷൻ കിട്ടണമെങ്കിൽ ജില്ലാ ഉപദേശക സമിതിയാണ്, ജയിൽ ഉപദേശക സമിതിയാണ്. ആ ജയിൽ ഉപദേശക സമിതി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ആ ഉപദേശക സമിതി തീരുമാനമെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ല. അപ്പൊ സർക്കാരിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല, ജയിൽ ഉപദേശക സമിതിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടിയുണ്ട്. അൻവർ ഷപ്പാലോട് ഇവിടെ നീതിയും നിയമവും ഉണ്ട് എന്ന് താങ്കൾ പറയേണ്ട കാര്യമില്ല. ഇവിടെ പാർട്ടി കോടതിയല്ല, ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയാണ് 20 വർഷത്തേക്ക് ഇവർക്ക് ഈ പറഞ്ഞ ഇളവുകൾ അനുവദിച്ചു കൊടുത്തേക്കരുതെന്ന് കർശനമായ ഭാഷയിൽ പറഞ്ഞത്. അതിനുശേഷവും ആ കോടതി വിധി അങ്ങനെ നക്ഷത്രം പോലെ നിൽക്കുമ്പോൾ ഒന്നും നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും ഇവരെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെങ്കിൽ ശ്രീമതി KK രമ സംശയിക്കുന്നു അത് പ്രതികളെ സുഖിപ്പിച്ചു നിർത്താനാണ്. ആ പ്രതികളെ സുഖിപ്പിച്ചു നിർത്തുന്നത് എന്തിനാണ്? അവരുടെ അവരുടെ യജമാന്മാരുടെ പേരുകൾ പുറത്തു പറയാതിരിക്കാൻ സുഖിപ്പിച്ചു നിർത്തലാണ്. ഇത് മാത്രമാണോ? എത്രയെത്ര അനുഭവങ്ങളുണ്ട്. ഇതേ സ്പീക്കർ ഈ ഷാഫിയുടെ കല്യാണത്തിന് പോയ കാഴ്ച നമ്മൾ കണ്ടതല്ലേ? ഹാഷ്മി, എനിക്ക് സംസാരിക്കാനുള്ള അവസരവും കൂടി തരണം. ഇവിടെ ജയിൽ ചട്ടത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഈ പറയുന്ന രീതിയിലുള്ള, അതായത് 465 ഈ സമിതിക്ക് ലഭ്യമാക്കേണ്ട റെക്കോർഡുകളും വിവരങ്ങളും അതിനകത്താണല്ലോ കൃത്യമായിട്ട് പറയുന്നത് നിഷ്കർഷിച്ചിട്ടുള്ള തരത്തിലുള്ള യോഗ്യത നേടിയിട്ടുണ്ടോ എന്ന്. 14 പോലീസ് റിപ്പോർട്ട്, അടുത്ത ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, സാമൂഹിക പ്രതികരണ വിലയിരുത്തൽ സഹിതം, അടുത്ത ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്, പ്രതികൂല അഭിപ്രായങ്ങൾ ഖണ്ഡിക്കുന്നതിനുള്ള വാദമുഖങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമിതിയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലും. ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കത്തെഴുതി എന്നുള്ള കാര്യം തർക്കമുണ്ടോ? ഈ ജയിൽ സൂപ്രണ്ട് കത്തെഴുതി എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? അതൊരു സർക്കാർ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ സർക്കാർ കത്ത് പ്രകാരം എത്രയാണ് 368 തടവുകാരെ മോചിപ്പിക്കുന്നത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി അവരെ
അവരെ തുറന്നുവിടുന്നതിന്റെ ഭാഗമായി ആ കൂട്ടത്തിൽ ഈ പ്രതികളുണ്ട്. ഈ അണ്ണൻ സജിത്തും മുഹമ്മദ് ഷാഫിയും രജീഷും ഒക്കെ കൊടൂര കുറ്റവാളികളാണെന്ന് അറിയാത്തവരാണോ ജയിൽ സൂപ്രണ്ട്? അത്ര നിഷ്കളങ്കനാണോ ജയിൽ സൂപ്രണ്ട്? ഇത് ആരോട് പറയുന്നതാണ്? ഇല്ല ഹാഷ്മി, സർക്കാർ 2/5/2023 സർക്കാർ 1334 പേരുടെ അന്തേവാസികളുടെ ലിസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിനകത്ത് ഓൾറെഡി ഈ പറയുന്ന 3 പ്രതികളും ഉണ്ടായിരുന്നു. ഈ 3 പ്രതികൾക്ക് ഈ പറയുന്ന റിപ്പോർട്ട് ശേഖരിക്കുന്നതിന്റെ പോലെ തന്നെയാണ് മറ്റുള്ള 1331 പ്രതികളുടെയും ഈ പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ട് സർക്കാർ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത്. ഇതൊക്കെ പോട്ടെ, ഇനി താങ്കൾ ഈ പറയുന്ന സാങ്കേതികത അംഗീകരിച്ചാലോ, ഇതിന് ഈ ആനുകൂല്യത്തിന് പ്രാപ്തമാകാൻ പറ്റിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? 10 വർഷം പൂർത്തിയാക്കണം, ജയിലിൽ നല്ല നടപ്പുണ്ടാകണം, ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണം. ഇവർ ഈ കാലയളവിൽ ജയിലിൽ കിടന്നുകൊണ്ട് ഏർപ്പെടാത്ത എന്തെങ്കിലും ഗുരുതര കുറ്റകൃത്യം അൻവർ ഷാ പാലോടിന്റെ അറിവിലുണ്ടോ? ഇവർ നല്ല നടപ്പെന്ന് കേട്ടിട്ടുള്ളവരാണോ ഈ 3 കൊടുംകുറ്റവാളികൾ? അതെപ്പോഴാ വരുന്നത്? ഈ ജയിൽ ഇല്ല അല്ല ആഷ്മി, എന്തെങ്കിലും പറയാതെ ഈ ജയിൽ ഈ സമിതിയുടെ മുമ്പിൽ വരുമ്പോഴാണ് ഇതൊക്കെ പരിഗണിക്കുന്നത്. ജയിൽ സമിതിയുണ്ട്, ഉപദേശക സമിതിയുണ്ട്. ആ സൂപ്രണ്ടിന്റെ പണി എന്താ? സൂപ്രണ്ടിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഉത്തരവിൽ ഈ പറയുന്ന എത്ര പേരാണോ ഈ പറയുന്ന ജയിലിലുള്ളത് അവരുടെ എല്ലാവരുടെയും റിപ്പോർട്ട് തയ്യാറാക്കി സമിതിയുടെ മുമ്പിൽ കൊടുക്കുക എന്നുള്ളതാണ്. ആ കൊടുത്തതിന് ശേഷം ഹൈക്കോടതി എന്നൊരു സംവിധാനമുള്ള ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ? ഇവർക്ക് ഈ പറയുന്ന ഹൈക്കോടതി അൻവർ ഷാ പാലോട് ഹൈക്കോടതി എന്നൊരു സംവിധാനം സംസ്ഥാനത്തുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ? എപ്പോഴാ പരിഗണിക്കുക? സാറി, ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടെന്ന് ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ? മാസങ്ങൾക്ക് മാത്രം മുൻപ് വന്ന ഏറ്റവും നിർണായകമായ ഉത്തരവിനെ കുറിച്ച് ഈ ജയിൽ സൂപ്രണ്ടിന് അറിയണ്ടേ? അണ്ണൻ സജിത്തും ഈ പറയുന്നവരൊക്കെ TP കേസിലെ പ്രതികളാണ് എന്ന് അറ്റ്ലീസ്റ്റ് അറിയണ്ടേ ജയിൽ സൂപ്രണ്ട്? ആരും ആയിക്കോട്ടെ, ഈ ക്രിമിനലുകളോ ഈ പ്രതികളോ ആരും ആയിക്കോട്ടെ, ഈ സമിതിയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് ഇതെല്ലാം പരിഗണനയ്ക്ക് വരിക. സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന ഇവർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കുക, ഇവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കുക, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടെങ്കിൽ അത് പരിഗണിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുണ്ടെങ്കിൽ അത് പരിഗണിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം കൂടിയാണ് ഈ സമിതിയുടെ മുമ്പിൽ കൊടുക്കുക. സമിതിയാണ് എന്നിട്ട് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ സർക്കാരിന്റെ എവിടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. അൻവർ ഷാ പാലോട് ഈ പറയുന്ന സാങ്കേതികതയെങ്കിലും മുഖ്യമന്ത്രിക്ക് സഭയിൽ പറയാറുണ്ടല്ലോ. അൻവർ ഷാ പാലോട് പറയുന്ന ഈ സാങ്കേതികതയില്ലേ, ഇത് ശുദ്ധമായ സാങ്കേതികത. അതിന്റെ രാഷ്ട്രീയ വശങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് TP കൊന്ന കാര്യം മാറ്റിവെച്ചുകൊണ്ട് അതിനുശേഷം ഈ പ്രതികൾക്ക് ഇക്കാലം അത്രയും നൽകിയ ആനുകൂല്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് AN ഷംസീർ ഷാഫിയുടെ കല്യാണത്തിന് പോയത് മാറ്റിവെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സാങ്കേതികത മാത്രം നിൽക്ക്. ഈ സാങ്കേതികതയിൽ മാത്രം നിന്ന 4 വരി മുഖ്യമന്ത്രിക്ക് സഭയിൽ കേരളത്തോട് പറഞ്ഞൂടെ? അൻവർ ഷാ എന്തേ പറയാത്തെ? പ്രതികൾക്ക് പൊള്ളും. അല്ല ഹാഷ്മി, ഇതിനു മുമ്പ് അല്ലെ 2016 ഈ സർക്കാർ അധികാരത്തിൽ വന്നേ. ഏതെങ്കിലും ഒരു പ്രതിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും നടപടി ഈ തരത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് ഹാഷ്മി ഒന്ന് പറ. ഇതിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും സംഭവം ഒന്നുമില്ല. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ കുഞ്ഞനന്തനൊക്കെ എത്ര നാൾ ജയിലിൽ കിടന്നു? ഈ കേസിൽ ആള് മരിച്ചുപോയെങ്കിലും ഈ കേസിലെ പ്രതിയാണ് കുഞ്ഞനന്തൻ ശിക്ഷിക്കപ്പെട്ട എത്ര നാൾ ജയിലിൽ കിടന്നു? ഈ കേസിൽ പ്രതി ചേർക്കാൻ കോഴിക്കോട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററെ ശ്രമിച്ചതിന് DYSP-ക്കെതിരെ റിപ്പോർട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ ആഷ്മിക്ക് പറയാൻ വയ്യാത്തെ? അപ്പോ ഈ വിഷയത്തിൽ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഈ പാർട്ടിക്കകത്തുള്ളവർക്കെതിരെ നടപടിയെടുത്തുള്ള പാർട്ടിയാണ്. അപ്പൊ പാർട്ടിക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. സർക്കാർ കൃത്യമായിട്ടുള്ള നടപടികൾ ഏറ്റവും ഒടുവിൽ കോടതി ഉത്തരവിൽ പോലും പാർട്ടി നേതാവ് പ്രതി ചേർക്കപ്പെട്ടാലും പറയും പാർട്ടിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, പങ്കുമില്ല. അതെല്ലാ കാലം പറഞ്ഞുകൊണ്ടിരിക്കും.